വൈകുന്നേരമായതോടെ ഞാനും മരുണും അമീറും കൂടി സൗക്ക് വഖഫിലെ ഒട്ടക മാർക്കറ്റ് കാണാനായി നടന്നു. കെട്ടിടങ്ങൾക്കിടയിലൂടെ ചെറിയ ഇടവഴിയിലൂടെയായിരുന്നു യാത്ര. പകൽ വെയിലിന്റെ ചൂട് കുറഞ്ഞ് സന്ധ്യയുടെ തണുത്ത കാറ്റ് വീശിത്തുടങ്ങിയ സമയം. ഇടവഴിയിലെ ലൈറ്റുകൾ തെളിയാൻ തുടങ്ങിയിരുന്നു. ആകെ ഒരു പ്രത്യേക അന്തരീക്ഷം. കുറച്ചു ദൂരം നടന്നപ്പോൾ ആ ഇടവഴി അവസാനിച്ച് ഞങ്ങൾ ഒട്ടക മാർക്കറ്റിന് സമീപത്തെത്തി. അവിടെ നിന്ന് മുന്നോട്ട് നടന്നപ്പോൾ നിരനിരയായി നിൽക്കുന്ന ഒട്ടകങ്ങളെ കാണാൻ തുടങ്ങി. ദോഹയുടെ ആധുനിക നഗരക്കാഴ്ചകളിൽ നിന്ന് പെട്ടെന്ന് ഒരു പഴയ അറേബ്യൻ ലോകത്തേക്ക് എത്തിയതുപോലെയായിരുന്നു ആ അനുഭവം. ചില ഒട്ടകങ്ങൾ ശാന്തമായി വിശ്രമിക്കുകയായിരുന്നു, ചിലത് തീറ്റ കഴിക്കുകയായിരുന്നു, മറ്റു ചിലത് ചുറ്റുമുള്ള ആളുകളെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. സന്ധ്യയുടെ മൃദുവായ വെളിച്ചത്തിൽ അവയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ചു സമയം അവിടെ ചെലവഴിച്ച് ഫോട്ടോകളും വീഡിയോകളും എടുത്തു. ഇടയ്ക്ക് ഒരൊട്ടകം നേരെ ക്യാമറയിലേക്ക് നോക്കിയപ്പോൾ നല്ലൊരു ഷോട്ടും കിട്ടി. അരുണും അമീറും ആ കാഴ്ചകൾ മൊബൈൽ പകർത്തുന്ന തിരക്കിലായിരുന്നു. അവിടെ നിന്നപ്പോൾ ഒരു കൗതുകം തോന്നി. നമ്മൾ കാണുന്ന ഈ ഒട്ടകങ്ങളിൽ പലതും വിൽപ്പനയ്ക്കുള്ളവയാണ്. സാധാരണ ഒട്ടകങ്ങൾക്ക് പോലും നല്ല വിലയുണ്ട്. മികച്ച ഇനത്തിൽപ്പെട്ടതോ റേസിങ്ങിനായി വളർത്തുന്നതോ ആയ ഒട്ടകങ്ങളാണെങ്കിൽ വില ലക്ഷങ്ങൾക്ക് വരെ വരാം. അതിനാൽ ഇവിടെ കാണുന്ന വെറും മൃഗങ്ങൾ മാത്രമല്ല, ഖത്തറിന്റെ പാരമ്പര്യത്തെയും മൂല്യവത്തായ ഒരു സംസ്കാരത്തെയും കൂടിയാണ്. സൂര്യൻ പതിയെ അസ്തമിക്കുമ്പോൾ മാർക്കറ്റ് ചുറ്റുമുള്ള ലൈറ്റുകൾ കൂടുതൽ തെളിഞ്ഞു. ആ സന്ധ്യാകാഴ്ചകളും ഒട്ടക മാർക്കറ്റിന്റെയും അന്തരീക്ഷവും ചേർന്നപ്പോൾ ഖത്തറിലെ ഒരു വ്യത്യസ്ത മുഖം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കുറച്ചു സമയം അവിടെ ചെലവഴിച്ച ശേഷം വീണ്ടും സൗക്ക് വഖഫിന്റെ മനോഹരമായ വഴികളിലൂടെ അടുത്ത കാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു.